പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ നെഞ്ചത്ത് വെച്ച് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിനെ പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോ നിന്റെ മുമ്പിൽ സന്നിധിനായിരിക്കുന്നത്. നീ സ്വന്തമായിട്ടും പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്നും പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങളെ കാണത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തി ഇവിടെ മുഴുവൻ നമ്മുടെ പിതാക്കന്മാരെ പകൽ മേഘസ്തംഭവും രാത്രി തീത്തൂണുമായി നയിച്ച ദൈവത്തിൻ്റെ ചൈതന്യം അൾത്താറ് മുഴുവൻ നിറഞ്ഞു നിന്നുകൊണ്ട് നിന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം പ്രസരിക്കുന്ന സമയമാണ്. ദൈവവേദരെ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വിവാഹം വേർപെടാൻ പോകുന്നവർ, വേർപെട്ട് കഴിഞ്ഞവർ, കേസിലായിരിക്കുന്നവർ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തവർ, ജീവിത പങ്കാളിയെപ്പോലും കിട്ടാതിരിക്കുന്നവർ, വർഷങ്ങളായിട്ട് വിവാഹം നടക്കാത്തവർ, എല്ലാ വർഷങ്ങളായിട്ട് പെര ഉച്ചുകുത്തിപ്പോയവർ, ഉറഞ്ഞു പോയവർ, അവിടെ വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നവർ, ഇനി എവിടെ പോയി പൊറുക്കുമെന്ന് അറിയാത്തവർ, എല്ലാവരുടെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. എല്ലാവരുടെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. എല്ലാവരുടെ മേലും ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു കർത്താവേ, നന്ദി പറയുന്നു. മക്കളെ സന്തോഷമായിട്ടിരിക്കണം. കർത്താവിൻ്റെ വചനങ്ങളിലൂടെ നമ്മളൊക്കെ സഞ്ചരിച്ചു വരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് അവസാനിപ്പിച്ചത്, ഞാൻ ഈ ദിവസങ്ങൾ വൈദികരുടെ ധ്യാനത്തിൽ പോയായിരുന്നു. വൈകിട്ട് ധ്യാനത്തിൽ പോയപ്പോൾ ഇപ്പം എനിക്കവിടെ കുർബാന അർപ്പിക്കാൻ വേണ്ടി എനിക്ക് ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാനത് രാവിലെ പ്രാർത്ഥിച്ചു, വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. അച്ഛന്മാരോട് അച്ഛന്മാരുടെ ധ്യാനമാണ്, അച്ഛന്മാരോട് എന്താ സംസാരിക്കണമെന്ന് അറിയാൻ പാടില്ല. ഈശോയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത്, ഞാൻ അവരോട് പറഞ്ഞു, നീ ഇപ്പം 40 കൊല്ലം ആകുമ്പോൾ അച്ഛനായിട്ട്, പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയണത് നമ്മൾ പുരോഹിതരാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളൊക്കെ പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും. ഒന്ന് ചിരിച്ച് കാണിച്ച് കൈവച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നല്ല അച്ഛനാണെന്ന് പറയുക. നിങ്ങൾ എത്രയോ പേരെ നല്ല അച്ഛനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം ഉള്ളത് ദൈവത്തെ ഞാൻ പുരോഹിതനാണെന്ന് ബോധ്യപ്പെടുത്താൻ വലിയ പ്രശ്നമാണ്. ഈ റിസ്ക് എല്ലാവർക്കും തന്നെ വരുന്നുണ്ട്. ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുവെന്ന്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വലിയ പാടാണ്. നിങ്ങളുടെ ഉടമ്പടിയിലൂടെ ചെയ്യേണ്ടത് ഇതാണ്. ഇതിൻ്റെ റിസ്ക് ഫാക്ടർ നിങ്ങൾ കൺഫ്രണ്ട് ചെയ്യണം. ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വിശ്വാസിയാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. പാടാ, ഭയങ്കര പാടാ. നിങ്ങൾ ഒരു വിശ്വാസിയാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസത്തിൽ പല ഘടകങ്ങളുണ്ട്. ഒന്ന് മാത്രമാണ് പ്രാർത്ഥന. രണ്ടാമത്തത് പ്രഖ്യാപനമാണ്. വിശ്വാസ പ്രഖ്യാപനമാണ്. ഞാൻ എല്ലാ ധ്യാനങ്ങളും അത് പറയാറുണ്ട്. വിശ്വാസ പ്രഖ്യാപനത്തിൽ എന്ത് വേണം? ഒരു സമൂഹം വേണം. എന്താ കാര്യം? അത് 10:32 എല്ലാവർക്കും നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇയാളില്ലേ നമ്മൾ പറഞ്ഞ കക്ഷി ആകാശിൻ്റെ ഹീറോ. അപ്പോൾ ആകാശ് എന്നോട് അമ്മ പറഞ്ഞത് എന്താണ്? അവൻ്റെ അമ്മ പറഞ്ഞത്, എൻ്റെ മകനെ നീ ഇങ്ങനെ ഈ മുഴയും വെച്ച് ചെത്തിക്കറി കിടന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് വേറെ വല്ല മാർഗവും അന്വേഷിക്കണം. ഈ അമ്മയെടുത്ത് മാർഗമുണ്ട്, നീ പോയി ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി തൈലം തേക്കാൻ പറഞ്ഞു. ഇപ്പോൾ കുറേ നാളായിട്ടുള്ള വേദനയും മൊഴിയൊക്കെ ഇത് എന്ത് മൊഴിയാണെന്ന് ദൈവത്തിന് അറിയാവുന്ന പറഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയാണ്. മാനസിക സംഘർഷമുള്ള സമയമാണ്. പക്ഷേ ഇവന് 2-3 ദിവസം ഇങ്ങനെ ഉടമ്പടി തൈലം തേച്ച്, ഈ ഉടമ്പടി തൈലം തേക്കും എപ്പോഴും നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലാം മക്കളെ. അതാണ് പ്രഖ്യാപനം എന്ന് പറയണത്. പ്രാർത്ഥനയല്ലത്, പ്രഖ്യാപനം. വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയല്ല കേട്ടോ. നിങ്ങൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥന പോലെ ചെല്ലരുത്, അത് പ്രഖ്യാപനമാണ്.
അപ്പം നമ്മുടെ ഉടമ്പടി തൈല ഉപ്പൊക്കെ നമ്മൾ തേക്കുമ്പോൾ ഉടമ്പടിയിലുള്ള ഗുണമെന്ന് വെച്ചാൽ കുറേ പ്രയോഗങ്ങളുണ്ട്. ഈ വിശ്വാസം, പ്രാർത്ഥന, അതുപോലെ തന്നെ വിശ്വാസം, പ്രാർത്ഥന, വിശ്വാസം, പ്രഖ്യാപനം, വിശ്വാസം, പ്രയോഗം. ഇപ്പം നമ്മൾ ഉടമ്പടി തൈലം തേക്കുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രയോഗമാണ് വിശ്വാസത്തിൻ്റെ. ആ പ്രയോഗത്തെ സാധൂകരിക്കുന്നത് പ്രഖ്യാപനമാണ്. നമ്മൾ തൈലമല്ലല്ല നമ്മളെ സുഖപ്പെടുത്തുന്നത്. ആരാണ്? യേശുവിൻ്റെ നാമമാണ് സുഖപ്പെടുത്തുന്നത്. അതാണ് അതിൻ്റെ വിഷയം. ആ പ്രയോഗത്തിലുള്ളത് എന്താണ്? യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം അതെപ്പോഴും മനസ്സിലുണ്ടാകും. അല്ല തൈലം എടുത്തിട്ട് വെളിച്ചെണ്ണ തേക്കുമ്പോൾ നമ്മൾ ഒരു വിശ്വപ്രമാണം ചെല്ലുക തല കുളിക്കാൻ നേരത്ത് ഇല്ല. അതുപോലെ അതുകൊണ്ടാണ് ഈ ഉടമ്പ് എടുക്കാത്ത ആൾക്കാർക്ക് നിങ്ങൾ എണ്ണ കൊടുത്തു വിടരുതെന്ന് പറയേണ്ട കാര്യം അതാണ്. ഉടമ്പടി തൈലം ഒരിക്കലും ഉടമ്പടി എടുക്കാത്തവർക്ക് കൊടുത്തു വിടരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ഉടമ്പടി തൈലം തേച്ച് കൊടുക്കുക. അപ്പോൾ ആ തേക്കുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിയിരിക്കണം. കാര്യം ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ വിശ്വാസപ്രമാണം വേണം. കാരണം വിശ്വാസ പ്രഖ്യാപനമാണത്. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. തൈലമല്ല സുഖപ്പെടുത്തണത്. എന്താ സുഖപ്പെടുത്തണത്? വിശ്വാസത്തോടെ. എന്ത്? പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. ഇപ്പം വിശ്വാസം ആരിലാണ്? കർത്താവിൻ്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് തൈലം അതിന് മീഡിയമായിട്ട് പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാതെ, വിശ്വാസമില്ലാതെ തേച്ച് കഴിഞ്ഞാൽ പറഞ്ഞ ഫലങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കാത്തവർക്ക് തൈലം കൊടുത്തു വിടരുത്. ഉടമ്പടി എടുത്തവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നേരിട്ട് ആ രോഗികളെ കണ്ട് എന്ത് സംഭവിച്ചാൽ ഇവൻ്റെ ഈ സിമ്പിൾ ഫെയ്ത്തില്ലേ, ആരുടെ? ആകാശ് 3 ദിവസം അത് പെട്ടിയുള്ളൂ. പിന്നെ ആകാശ് പറയണത് ഞാനിത് എഴുന്നേൽക്കുമ്പോൾ തന്നെ തപ്പി നോക്കണം എല്ലാ ദിവസവും. ഈ മുഴ ഉണ്ടായ കാലം പോലെ ഞാൻ ചെയ്യണ പരിപാടിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തപ്പി നോക്കും. കാര്യം അത് വേദനിക്കണ കാരണമാണ്. ഇപ്പം എന്നാ പറ്റണത്? അത് കാണാനില്ലെന്ന്. ഇപ്പം പറയണേ ഇത് എന്താ സംഭവിക്കണമെന്ന് അറിയാൻ പാടില്ല എൻ്റെ ജീവിതത്തിലെന്ന്. എൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കണം വെച്ചാൽ അവരിതെല്ലാം ആദ്യമായിട്ട് എക്സ്പീരിയൻസ് അല്ലേ. ഇതിങ്ങനെ കാണാനില്ല. എത്രയോ മാസമായിട്ടാവാൻ കഴിഞ്ഞുള്ള അവൻ സാക്ഷ്യം പറയണം. ഇപ്പോഴും അത് കാണാനില്ല, തീർന്നു. അമ്മ അത് ഏറ്റെടുത്ത് കഴിഞ്ഞ്. അതുകൊണ്ടാണ് ഉടമ്പടി തൈലമൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മളത് പ്രയോഗമാണ്, വിശ്വാസത്തിൻ്റെ പ്രയോഗമാണ്. പക്ഷേ പ്രയോഗത്തിനൊരു ഗുണമുണ്ട്. പ്രയോഗം സാധൂകരിക്കണമെങ്കിൽ പ്രഖ്യാപനം ഉണ്ടാകണം. യാക്കോബ് 5:14. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ആരുടെ നാമത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവിന്റെ നാമത്തിൽ. അടുത്ത വചനം എന്താണ്? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അപ്പൊ ആരിലാണ് വിശ്വസിക്കണത്? കർത്താവിന്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. ഇതാണ് പ്രഖ്യാപനം എന്ന് പറയണത്. ഉടമ്പടി തേക്കുമ്പോൾ തൈലം തന്നെ കേൾക്കുമ്പോൾ തന്നെ എടുത്ത് വിടണമല്ല. അത് നമ്മുടെ എന്താണ് അത് മെഡിസിൻ അല്ലത്. അതെന്താണ്? എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം. മെഡിസിന് വേണ്ടി തരുന്നത് വല്ലത്. എന്താണത്? അത് വിശ്വാസ പ്രഖ്യാപനത്തിന് വേണ്ടി തരണതാണ്. നിങ്ങൾക്ക് വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ആഴമനുസരിച്ചാണ് ഇത് വർക്കൗട്ട് ചെയ്യണത്. അല്ല, നിങ്ങൾ ഓർക്കരുത് മാന്ത്രികമായ എന്തോ മാജിക്കാണെന്ന് പറഞ്ഞ് ഇരിക്കരുത്. അന്ന് മാന്ത്രിക മാജിക്കൊന്നുമല്ല. അത് ആ 5:13 ബൈബിളിലുള്ള യാക്കോബ് 5:14 എൻ്റെ ഫോർമുല. നിങ്ങൾ കർത്താവിൻ്റെ തൈലം പൂശുക. പിന്നെ എന്ത് ചെയ്യണം? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിലാണ് വിശ്വസിക്കുന്നത്. അല്ല വല്ലാത്തിനും വിശ്വസിച്ചിട്ട് കാര്യമില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അത് സൗഖ്യമായിട്ട് മാറുന്നത്.
അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ പേര് ഏഞ്ചൽ മരിയ ബിജു. ഞാൻ വരുന്നത് കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി അതിരൂപത സെൻറ്റ് മേരീസ് ചർച്ച് മുണ്ടുപാലം ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 3-ാം തീയതി 2024 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ +2 കഴിഞ്ഞ് നീറ്റ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പതുക്കെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെല്ലാൻ തുടങ്ങി. എന്നാൽ ഞാൻ സുവിശേഷ പ്രഘോഷണം എൻ്റെ പള്ളികളിൽ മാത്രമേ ഞാൻ പത്രമൊക്കെ കൊടുക്കുകയുള്ളായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നീട് എനിക്ക് ഗവൺമെൻറ് കിട്ടാനൊരു മാർക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബ്രില്യൻ പാലയിൽ അവിടെ പോയി ഓഫ്ലൈൻ ക്ലാസ്സിന് ചേർന്നു. പക്ഷേ ഞാൻ അവിടെ ഹോസ്റ്റലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ഉഴപ്പുകയാണ് ചെയ്തത്. ഞാനങ്ങനെ കറക്റ്റായിട്ടൊന്നും പാലിക്കില്ലായിരുന്നു. പിന്നെ പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പ്, അതായത് മെയ്യിലായിരുന്നു ഞങ്ങളുടെ പരീക്ഷ, ഏപ്രിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കാരുണ്യ പ്രവൃത്തികളും അതൊന്നും ഞാൻ അപ്പോഴും തുടങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു. എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാനപ്പോൾ തന്നെ എൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ഏകദേശം 481 സ്കോർ വരുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ വീണ്ടും ഇരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ആൻസേഴ്സ് തെറ്റുന്നതായിട്ടാണ് എനിക്ക് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും വർഷം 2 വർഷം ഞാൻ ഇതിൻ്റെ പുറകെ കഷ്ടപ്പെടുവാണ്, പക്ഷേ അവസാനം ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിലേക്ക് അത് വരുവാണ്. അപ്പം ഞാൻ ഇങ്ങനെ കൂടുതലിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഉടമ്പടി ലൈവെല്ലാം ഞാൻ കൃത്യമായിട്ട് കൂടാൻ തുടങ്ങി. അപ്പം എനിക്ക് ഉടമ്പടി എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ട് അപ്പോഴാണ് തുടങ്ങിയത്. ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ സുവിശേഷ പ്രഘോഷണമാണെങ്കിലും കൂടുതൽ പൊതുസ്ഥലങ്ങളിലേക്ക് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ സാക്ഷികൾ കേൾക്കുമ്പോൾ ഞാനതൊരു വേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഹൈന്ദവ സഹോദരങ്ങൾ പോലും കർത്താവിന് വേണ്ടി ചെയ്യുന്നത് കണ്ടിട്ട് ഞാനതൊരു വേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ OMR റിലീസായപ്പം ഞാൻ മാതാവിനോട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും, എനിക്ക് 481 ഉണ്ടായിരുന്നല്ലോ ആദ്യം ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ, അതേ മാർക്ക് തന്നെ മാതാവേ ഒരു മാർക്ക് പോലും കുറയാതെ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൗണ്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ആ കറക്റ്റ് മാർക്ക് തന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അതിലൊരു മാർക്ക് പോലും കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എൻ്റെ റാങ്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഗവൺമെൻറ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അതിനുള്ള റാങ്കൊന്നും എനിക്കില്ല. അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു. എല്ലാം പോയൊരു അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. അതെൻ്റെ വല്യമ്മച്ചിയായിരുന്നു. വല്യമ്മച്ചി പറഞ്ഞു, മോളെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, മാതാവും ഈശോയും കൂടെ സംസാരിക്കുന്നത്. മാതാവ് പറയുന്നു എൻ്റെ മോളല്ലേ, ഈശോയെ പറഞ്ഞു എൻ്റെ മോളല്ലേ. എന്നിട്ട് പറഞ്ഞു ഞാൻ അവൾക്കൊരു സീറ്റ് കൊടുക്കും, അത് പക്ഷെ താമസം ഉണ്ടാവും, ഞാൻ അവൾക്കൊരു സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ ജൂലൈ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി രണ്ടാമത്. അതിനുശേഷം ഞാൻ എല്ലാം വളരെ കറക്റ്റായിട്ടാണ് പാലിച്ച, എല്ലാ നിബന്ധനകളും വളരെ കറക്റ്റായിട്ട് ഞാൻ പാലിക്കാൻ തുടങ്ങി. ഞാൻ പത്രമാണെങ്കിലും പൊതുസ്ഥലങ്ങളിൽ വിതരണം ചെയ്യാൻ തുടങ്ങി. എനിക്ക് പണ്ടൊക്കെ അങ്ങനെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് എല്ലാ പ്രാർത്ഥനകളും എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാനൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എല്ലാവരും എന്നെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് ഈ പ്രാവശ്യം കിട്ടുമോ ഇല്ലയോ. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ അവരുടെ മുമ്പ് എന്ത് പറയണമെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം എനിക്കറിയാം ഗവൺമെൻറ് എനിക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ അവിടെ കുറേ കൃപാസന പത്രം കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു വേസ്റ്റ് കൊട്ടയിൽ ഒരു പത്രം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് കളക്ട് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ കൂടെ എപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരാൾ അത് ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾ ഇന്ത്യ രജിസ്ട്രേഷൻ തുടങ്ങി. അപ്പം ഞാൻ മാതാവിനോടൊരു നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 308. അത് എൻ്റെ ഉടമ്പടി എടുത്ത ഡേറ്റ് വെച്ച് ഞാൻ ഉണ്ടാക്കിയൊരു നമ്പറായിരുന്നു.
അപ്പം ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ സംസാരം ഉണ്ടായി, അതായത് കുറച്ചും കൂടെ പഠിക്കുമായിരുന്നു, കിട്ടുമായിരുന്നു, അങ്ങനെയാണ്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. അപ്പം ഞാനിങ്ങനെ സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് ആ നമ്പർ എൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ഞാൻ മാതാവിനോട് ചോദിച്ച നമ്പർ ആദ്യമായിട്ട് എനിക്കപ്പോൾ കിട്ടുവാണ്. അന്ന് തന്നെ 3 തവണ എനിക്ക് ആ നമ്പർ കിട്ടി. പിന്നെ കേരള രജിസ്ട്രേഷൻ ചെയ്യാൻ പോയപ്പോഴും ഫോൺ ചെയ്തപ്പോഴും 3 തവണ എനിക്ക് ആ നമ്പർ മാതാവ് തന്നനുഗ്രഹിച്ചു. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു എനിക്ക് കിട്ടിയില്ല. ഞാൻ ഡെൻറ്റലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് MBBS-ഉം ഗവൺമെൻറ് BDS-ഉം 2 ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ ഗവൺമെൻറ് കോളേജ് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു BDS-ൽ. അപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെൻ്റ് ആയപ്പോൾ എൻ്റെ റാങ്കിന് കണ്ണൂർ ഗവൺമെൻറ് കോളേജ് അത് മാത്രം കയറിപ്പോയി. അത് മാത്രം കയറിപ്പോയി. പക്ഷെ ഞാനത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു, അത് വെച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു വചനം കിട്ടി, ഇത് നിന്നെ നാശത്തിന് വേണ്ടിയുള്ളതല്ല ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ വേറൊരു വചനം എനിക്ക് കിട്ടി, തിടുക്കം കൂട്ടേണ്ട, നിങ്ങൾ വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുമ്പേ നടക്കും, ഇസ്രായേലിലെ ദൈവമായിരിക്കും നിങ്ങളുടെ കാവൽക്കാരൻ. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻ്റ് സമയത്ത് എനിക്ക് ഇവിടെ അച്ഛനെ കാണാനായിട്ട് ഒരു അവസരം കിട്ടി. അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന എനിക്ക് കിട്ടി. അത് സെപ്റ്റംബർ 8 മാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ അന്നായിരുന്നു. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ തേർഡ് കഴിഞ്ഞു, എനിക്ക് കിട്ടിയില്ല. പിന്നെ ഫോർത്ത് അലോട്ട്മെൻറ്റ് ആവാൻ നേരമായപ്പോൾ ഒക്ടോബർ 21 ഒരു വിജ്ഞാപനം വന്നു. അതായത് സുപ്രീം കോടതി വിധി വന്നു. BPL സ്കോളർഷിപ്പ്, അത് 2020 ക്യാൻസലായൊരു സ്കോളർഷിപ്പാണ്, വീണ്ടും അത് വന്നു. BPL വിദ്യാർത്ഥികൾക്കായി പ്രൈവറ്റ് കോളേജിൽ അവർക്ക് ട്യൂഷൻ ഫീസ് ഒന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, കാരണം എനിക്ക് പ്രൈവറ്റിൽ കിട്ടാനുള്ള മാർക്കുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, നമ്മൾ ആദ്യത്തെ വർഷം അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കണം. ഏകദേശം 11 ലക്ഷം രൂപയാവും. നമ്മളത് അടച്ചേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു, പക്ഷേ ഫണ്ടില്ല. അപ്പം മാതാവിൻ്റെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരാൾ സ്പോൺസർ ചെയ്തു. 8.5 ലക്ഷം രൂപ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തു. ബാക്കി പൈസ റിലേറ്റീവ്സും എല്ലാം കൂടി ഒപ്പിച്ച്. അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് അൽ-അസ്സർ മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. നവംബർ 15 എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അത് മാതാവ് എന്നെ നേരത്തെ തന്നെ കാണിച്ചു തന്നായിരുന്നു. ഈ നമ്പർ 308 വെച്ച് എനിക്ക് റിലേറ്റ് ചെയ്ത് കാണിച്ചു തന്നായിരുന്നു. നിനക്ക് ഈ ഡേറ്റിലാണ് അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത്. ആ ദിവസം തന്നെ എനിക്ക് അലോട്ട്മെൻറ്റ് വന്നു. ഞാനിപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അച്ചാച്ചൻ്റെ ഡയബറ്റിക്സ് രോഗം ഉണ്ടായിരുന്നു. അപ്പം അച്ചാച്ചൻ്റെ കാലിൽ മുട്ടിൻ്റെ താഴോട്ട് ഇങ്ങനെ വ്രണങ്ങൾ വന്നിങ്ങനെ പഴുത്തായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ഉടമ്പടി ലൈവ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനിങ്ങനെ പറഞ്ഞു, മുട്ടിന് താഴെ വ്രണമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു എന്ന്. അതെൻ്റെ അച്ചാച്ചനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അച്ഛൻ്റെ കാല് കരിയുകയുണ്ടായി. പിന്നെ മാതാവിൻ്റെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ നേരം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു. ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ. പിന്നെ എൻ്റെ തിരിയിൽ ഇങ്ങനെ പൂ പോലെ അങ്ങനെ വന്നായിരുന്നു. പിന്നെ ഒരുപാട് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടിയായിരുന്നു. ഇനി എൻ്റെ അച്ചാച്ചൻ്റെ ഒരു സാക്ഷ്യമാണ്, അത് അച്ചാച്ചൻ പറയും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, അമ്മയെ സ്തുതി, അമ്മയെ മഹത്വം. എൻ്റെ ഒരു പ്രകടമായ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോളുടെ ഉടമ്പടിയുടെ ബലത്തിൽ ഞാനൊരു വ്യക്തിയുടെ നിന്ന് ഒരു 2 ലക്ഷം രൂപ കടം വാങ്ങിക്കുകയുണ്ടായി. കടം എന്ന് പറഞ്ഞാൽ ചിട്ടിയായിട്ടാണ് വാങ്ങിച്ചത്. വാങ്ങിച്ചെങ്കിൽ നമുക്കൊരു 10-75 രൂപ ഞാൻ അടച്ചു കൊടുത്തായിരുന്നു. ഇപ്പം എനിക്കൊരു ബിസിനസ്സായിരുന്നു. ബിസിനസ് ഫ്ലോപ്പായി. പിന്നീട് എനിക്ക് അങ്ങോട്ട് അടയ്ക്കാൻ പറ്റിയില്ല. 4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒരു ശകലം പൈസ വന്നു. ഞാൻ ആ പൈസയും പിന്നെ ബുക്കുമായിട്ട് അദ്ദേഹത്തെ സമീപിച്ചു. അന്ന് ഉള്ളത് കൊടുത്തേക്കാമെന്നും പറഞ്ഞ് സമീപിച്ചപ്പം അദ്ദേഹം അത് മേടിച്ചിട്ട് ബുക്കും മേടിച്ചിട്ട് എന്നെ തല്ലി. പ്രത്യേകിച്ചൊരു കാരണമില്ല, തല്ലി. ഞാൻ ദൈവത്തെ പ്രതി ഞാൻ ക്ഷമിച്ചു പോന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ട് കോടതി കേസ് ഫയൽ ചെയ്തു. 2 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ ഫയൽ ചെയ്തു. കേസുമായിട്ടൊരു 3 വർഷം മുന്നോട്ട് പോയി. 3 വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം കോടതി വിസ്താരം തുടങ്ങി. അദ്ദേഹത്തെ വിസ്തരിച്ചപ്പം പിന്നെ കോടതി തെളിവാണല്ലോ വേണ്ടത്. വിസ്തരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 4 ലക്ഷം രൂപ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോൺ എടുത്ത് കൊടുത്താന്ന് പറഞ്ഞു. അതിന് പ്രൂഫ് ഉണ്ടോയെന്ന് ചോദിച്ചു. പ്രൂഫ് ഉണ്ടോയെന്ന് പറഞ്ഞു. അത് എന്നാൽ പിന്നെ അത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് അടുത്ത കോടതി കൂടുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല.
ആ കോടതി വിധി എനിക്ക് അനുകൂലമായിട്ട് വന്നു. ആ കേസ് തള്ളിപ്പോയി. അത് അമ്മ മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെയും വലിയ അനുഗ്രഹം കൊണ്ടാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുത്തെ പത്രങ്ങൾ മേടിച്ച് ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, അതുപോലെ ഹോസ്പിറ്റൽസ്, വീടുകളിൽ കയറി കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാ പൊതുസ്ഥലങ്ങളിലും കയറി എൻ്റെ സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ എൻ്റെ MBBS കിട്ടിക്കഴിഞ്ഞ് ഞാൻ എല്ലാവരോടും ആരെന്നോട് എന്ത് പഠിക്കുകയാണെന്ന് ചോദിച്ചാലും ഞാൻ പറയും കൃപാസന മാതാവ് കാരണമാണ് എനിക്കിവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് ഇടയായത്. അങ്ങനെ ഞാൻ പത്രം കൊടുക്കുമ്പോഴാണെങ്കിലും എല്ലാവരോടും പറഞ്ഞാണ് കൊടുക്കാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെ രോഗികൾക്ക് തൈലമൊക്കെ പുരട്ടി കൊടുക്കും. പിന്നെ അവിടെ ബാലികാ ഭവനിൽ പിള്ളേർക്ക് ട്യൂഷനൊക്കെ ഞാൻ എടുത്ത് കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അമ്മ മാതാവിനെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ആദ്യമായിട്ട് എന്നെ കൃപാസനത്തിലെത്തിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ആദ്യം നന്ദി പറയണു. എൻ്റെ വീട് എറണാകുളം അതിരൂപതയിൽ ആലുവയ്ക്കടുത്ത് പ്രസന്നപുരമാണ്. എൻ്റെ പേര് ജോസ്. ഞാനിവിടെ അമ്മയുടെ അടുത്ത് വന്നത് എൻ്റെ ഭാര്യ ഇവിടെ വന്ന് 2018 ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ ഭാര്യ എനിക്ക് മദ്യപാനം 25 വർഷമായിട്ട് മദ്യപിക്കുന്ന ഒരാളായിരുന്നു. മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ ഭാര്യ മദ്യപാനത്തിൻ്റെത് വെച്ചിരുന്നു. ഭാര്യ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഞാൻ മദ്യപാനം നിർത്തി. പിന്നെ എൻ്റെ ഭാര്യയുടെ 2 അനുജത്തിമാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ അവരും എന്നെ നിർബന്ധിക്കും, ചേട്ടൻ പോയി ഉടമ്പടി എടുക്ക്. അങ്ങനെ ഞാൻ വന്ന് 26/7/2024 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എനിക്കൊരു ഭവനം വേണമെന്നായിരുന്നു. ഞാനൊരു ഡ്രൈവറാണ്. ഞാനൊരു വണ്ടി എടുത്ത് കുറച്ച് കടങ്ങളും ഒക്കെ വന്നു. ബാങ്കിലെല്ലാം പ്രശ്നങ്ങളായി. എനിക്ക് ഒരു ബാങ്കിലും ലോൺ കിട്ടില്ല. ഞാൻ ഈ വീട് വയ്ക്കാൻ വേണ്ടി പല ബാങ്കുകളിൽ 4 ബാങ്കിൽ കയറി ഇറങ്ങി. എനിക്ക് ലോൺ തരില്ല. സിവിൽ സ്കോർ കുറവാണ്. സിവിൽ സ്കോർ ഇല്ല, അതുകൊണ്ട് ലോൺ തരില്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഞാനിവിടുത്തെ വെഞ്ചരിച്ച ഉപ്പും തൈലവും എണ്ണയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ ഉപ്പ് കയ്യിൽ പിടിച്ച ഒരു ബാങ്കിൽ ചെന്ന് ഞാൻ അവിടെ കയറുന്നതിന് മുമ്പ് ആ സ്റ്റെപ്പിൽ അല്പം ഉപ്പ് ഇട്ട് ഞാൻ ആ ബാങ്കിൽ കയറി. ആ മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ സിവിൽ സ്കോർ വളരെയധികം കൂടിയിട്ടുണ്ടെന്ന് ആ മാനേജർ പറഞ്ഞു. എനിക്ക് ലോൺ പാസ്സാക്കി തന്നു. അതിനുശേഷം 2025 ഫെബ്രുവരിയിൽ ഞാൻ പുരയുടെ പണി ആരംഭിച്ച ആദ്യഘട്ടം പൂർത്തിയാക്കി. തറയുടെ പണിയെല്ലാം കഴിഞ്ഞു. എനിക്ക് 3 ഘട്ടമായിട്ടാണ് ഹൗസിംഗ് ലോൺ തരുന്നത്. ആദ്യഘട്ടം തന്ന് എനിക്ക് അത് പണി മുകളിലേക്ക് തുടങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, എൻ്റെ ഭാര്യ എന്നും രാവിലെ വീട് പണി ആരംഭിക്കാൻ എന്ന് തുടങ്ങും എന്ന് ചോദിക്കും. ഞാൻ പറയും തുടങ്ങാം, സാമ്പത്തികമില്ലാതെ ഇത് മുകളിലേക്ക് തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ തുടങ്ങാമെന്ന് പറയും. എല്ലാ ദിവസവും രാവിലെ ഭാര്യ വന്ന്, ഞങ്ങൾ വീട് പൊളിച്ചതിന് ശേഷം തൊട്ടടുത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഭാര്യ വന്ന് മാതാവിൻ്റെ ഉപ്പ് ആ തറയിൽ പണിതതിൻ്റെ മുകളിൽ രാവിലെ ഇട്ട് പ്രാർത്ഥിക്കും. അതിന് ഫലമായി ഞങ്ങൾ വീട് പണി പെട്ടെന്ന് ആരംഭിച്ചു. ഞങ്ങളുടെ കയ്യിലുണ്ടായ കുറച്ച് ഫണ്ടൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ വീട് പണി ആരംഭിച്ചു. ഇത് പണി വാർത്തിട്ടതിന് ശേഷം പിന്നെയും പണി തടസ്സപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെയധികമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വാടക വീട്ടിൽ നിന്ന് മാറിയിട്ട് വേണം എൻ്റെ ഈ പുതിയ വീട്ടിലേക്ക് മാറണം. അപ്പോൾ എൻ്റെ മകള് വിവാഹം കഴിഞ്ഞ ആൾ പ്രഗ്നൻ്റാണ്. അപ്പോൾ ഈ പുതിയ വീട്ടിൽ വെച്ചാണ് നമുക്കത് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ നല്ലതെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ ബാങ്കിൽ പൈസ അനുവദിച്ചു. ഞാൻ 1 വർഷം കൊണ്ട് വീട് പണി പൂർത്തിയാക്കാം, ഡിസംബർ ലാസ്റ്റ് കയറി താമസിക്കാമെന്നാണ് ഞാൻ പറയണേ. അങ്ങനെ പറഞ്ഞ് ഞാൻ ഉത്രാടത്തുനാളെന്ന് ഞാൻ എൻ്റെ പുതിയ പെരയിലേക്ക് 7 മാസം കൊണ്ട് എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാക്കി. ഞാൻ മാതാവിൻ്റെ അനുഗ്രഹമുണ്ട് ഞാൻ മാറി താമസിച്ചു. മാതാവിന് 1000 നന്ദി. പിന്നെ ഞാൻ മദ്യപിച്ച കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ വളരെ പുറകോട്ടായിരുന്നു. പള്ളിയിൽ പോകൽ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം പള്ളിയിൽ പോവുക,
കുമ്പസാരിക്കൽ ക്രിസ്മസ്, ഈസ്റ്റർ, പള്ളി പെരുന്നാൾ അങ്ങനെയുള്ള ദിനങ്ങളിൽ മാത്രം ഞാൻ കുമ്പസാരിക്കുന്ന ഒരാളായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് 2 ആഴ്ച എത്തുമ്പോൾ കുമ്പസാരിക്കാൻ സാധിക്കുന്ന സമയത്ത് 2 ആഴ്ച എത്തുമ്പോൾ കുമ്പസാരിക്കും, അല്ലെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ഞാൻ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കും. എൻ്റെ വണ്ടിക്ക് ഓട്ടമില്ലാത്ത എല്ലാ ദിവസവും ഞാൻ ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് വരുന്ന ഒരാളാണ്. പിന്നെ മാതാവ് തന്നൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഇവിടെ എൻ്റെ മകൾ വന്നിട്ടില്ല. എൻ്റെ മകള് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഉടമ്പടി പുതുക്കണേ. ഞാൻ ഇവിടെ ഒന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തതിൽ ഫലമായി ഞാൻ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ വെച്ചു, മാതാവേ എൻ്റെ മകൾക്കൊരു കുട്ടി ഉണ്ടാകണമെന്ന്. ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതി പിന്നത്തെ മാസം അവൾ പ്രഗ്നൻ്റായി. ഇപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞു വാവേനെ മാതാവ് ആൺകുട്ടിയെ തന്ന് അനുഗ്രഹിച്ചു. എൻ്റെ മകളും ഹസ്ബൻഡും കൂടി ഒരു ദിവസം ഇവിടെ വരും കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ അടുത്ത് കുറച്ച് ചേച്ചിമാർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ക്യാൻസർ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിനകത്ത് പങ്കാളിയാവുക. പിന്നെ പ്രായമായ രോഗികളെ സന്ദർശിക്കാൻ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ പോയി സന്ദർശിക്കും. പിന്നെ വൃദ്ധരായ ഓരോരുത്തർ റോഡിൽ ഭക്ഷണത്തിന് വിശന്നിരിക്കുമ്പോൾ ഞാൻ വണ്ടിയിൽ പോകുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുത്ത് അവരെ സഹായിക്കാറുണ്ട്. ഇത്രയും മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്കും ഞാൻ എല്ലാം നന്ദി പറയുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ 1 ദിവസം പോലും ഞാൻ മുടങ്ങാറില്ല. മാതാവിനും നന്ദി, ഈശോയ്ക്കും നന്ദി.